നമസ്കാരം. പുതിയ വീഡിയോ MOPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുറെ MOP എഴുതുന്ന സുഹൃത്തുക്കള് കുറച്ചുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 8-10 എപ്പിസോഡ് കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: നിലവിലുള്ള ഫയൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ഫയല്, പിന്നെ നോട്ട് ഫയൽ, റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള മുൻകാല പേപ്പറുകൾ, പുസ്തകങ്ങൾ, ഇവയെല്ലാം ചേർത്ത് വിളിക്കുന്നത് എന്താണ്? കറണ്ട് ഫയല്, നോട്ട് ഫയല്, റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള മുൻകാല പേപ്പറുകൾ, പുസ്തകങ്ങൾ, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം കേസ് എന്നാണ്. കേസ്. അടുത്ത ചോദ്യം: ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഔപചാരിക ഇല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തുന്ന കത്തിടപാടുകളെ വിളിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തുന്ന കത്തിടപാട്, ഫോർമാലിറ്റി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ഔദ്യോഗിക കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അത്തരത്തിലുള്ള കത്തിടപാടുകൾക്ക് പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. അത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നാണ് ഉത്തരം. അഥവാ നമ്മൾ ചുരുക്കത്തിൽ ഡിഒ ലെറ്റർ എന്ന് പറയും. ഡിഒ ലെറ്റർ കിട്ടി. അപ്പോ അതാണ്. ഇനി അടുത്ത ചോദ്യം: അയക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ആശയവിനിമയത്തിന്റെയും കമ്മ്യൂണിക്കേഷൻ തയ്യാറെടുപ്പിനെ വിളിക്കുന്നത്, ഒരു മാറ്റർ അയക്കാനുണ്ട്, ആ മാറ്റർ അയക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അതിനൊരു തയ്യാറെടുപ്പ് നടത്തും. അതിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. സിമ്പിൾ ആൻസർ ആണ്, നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഉത്തരം ഡ്രാഫ്റ്റിംഗ് ആണ്. ഡ്രാഫ്റ്റിംഗ്. അടുത്ത ചോദ്യം: ഓഫീസിൽ നിലവിലുള്ള ഒരു കേസുമായി ബന്ധമില്ലാത്ത പേപ്പറിനെ വിളിക്കുന്നത്. നിലവിലുള്ള ഒരു കേസുമായി ബന്ധമില്ലാത്ത ഒരു പേപ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒന്നുമില്ല, ന്യൂ കേസ് എന്ന് വിളിക്കാം. ന്യൂ കേസ്. ഓക്കെ. അടുത്തത്: തപാലുകൾ തുറന്ന ശേഷം അവ സെക്ഷനുകൾ അനുസരിച്ച് തരംതിരിച്ച് നമ്പർ ഇട്ട് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ ഒരു തപാൽ സെക്ഷനിൽ തപാൽക്കാർക്ക് തപാലുകൾ നമ്പർ ഇട്ടു, അത് സെക്ഷനുകൾ അനുസരിച്ച് തരംതിരിച്ചു, എന്നിട്ട് നമ്പർ ഇട്ടു. അതിനുശേഷം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? നമ്മൾ ഒരിക്കലും അങ്ങനെ അയച്ചു കൊടുക്കുന്നത് ബന്ധപ്പെട്ട സൂപ്രണ്ടുമാർക്കാണ്. റെസ്പെക്റ്റീവ് സൂപ്രണ്ടൻസ്. അതൊരിക്കലും ആ ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. തപാൽ ക്ലർക്ക് എപ്പോഴും ബന്ധപ്പെട്ട സൂപ്രണ്ടുമാർക്കാണ് അയച്ചു കൊടുക്കുന്നത്. സൂപ്രണ്ടുമാരാണ് ആർക്ക് കൊടുക്കുന്നത്? സെക്ഷൻ ക്ലർക്കിന് ഫയല് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം: തീർപ്പാക്കാത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട, അതായത് ഒരു അൺക്ലോസ്ഡ് കേസുമായി ബന്ധപ്പെട്ട പേപ്പർ ലഭിച്ചാൽ ക്ലർക്ക് അത് എവിടെയാണ് ചേർക്കേണ്ടത്? തീർപ്പാക്കാത്ത അൺക്ലോസ്ഡ് കേസുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ ലഭിച്ചാല് ക്ലർക്ക് അത് എവിടെയാണ് ചേർക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചേർക്കേണ്ടത് ആ കേസിന്റെ കറണ്ട് ഫയലില്ല, ദ കറണ്ട് ഫയൽ ഓഫ് ദ കേസ്. അടുത്ത ചോദ്യം: പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ കേസുകളിൽ നടപടിയെടുക്കുന്നതിന് മുമ്പ് ക്ലർക്ക് ആരുടെ വാക്കാലുള്ള ഉത്തരവാണ് വാങ്ങേണ്ടത്? ഓറൽ ഓർഡേഴ്സ് ആണ് കേട്ടോ, വാക്കാലുള്ള ഉത്തരവുകൾ അല്ല. പ്രധാനപ്പെട്ടവും സങ്കീർണവുമായ കേസുകളിൽ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വാക്കാലുള്ള ആരുടെ ഉത്തരവാണ് വാങ്ങേണ്ടത് എന്നാണ് ചോദ്യം. അത് ആ സൂപ്രണ്ടിന്റെ വാക്കാലുള്ള ഉത്തരവാണ് മേടിക്കേണ്ടത്. സൂപ്രണ്ടിന്റെ എന്നാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം: മേലധികാരികൾക്കുള്ള ഫെയർ കോപ്പികളിൽ ഒപ്പിടുന്നത് ആരാണ്? മേലധികാരികൾക്ക് ഒരു ഉത്തരവിന്റെ അല്ലെങ്കിൽ പ്രൊസീഡിങ്സിന്റെ മേലധികാരികൾക്കുള്ള ഉത്തരവിന്റെ കോപ്പി ആണെങ്കിൽ അതിൽ ആര് ഒപ്പിടണം? അത് ഹെഡ് ഓഫ് ഓഫീസ് ഒപ്പിടണം. അതാണ് നടപടി. ഹെഡ് ഓഫ് ഓഫീസാണ് ഒപ്പിടേണ്ടത്. അടുത്ത ചോദ്യം: മറുപടി ലഭിക്കേണ്ട എല്ലാ റഫറൻസുകളും ക്ലർക്ക് ഏത് ഫയലിലാണ് സൂക്ഷിക്കുന്നത്? അത് കറണ്ട് ഫയലിലാണോ നോട്ട് ഫയലിലാണോ എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറുപടി ലഭിക്കേണ്ട എല്ലാ റെഫറൻസുകളും ക്ലർക്ക് ഏത് ഫയലിലാണ് സൂക്ഷിക്കേണ്ടത്? അത് ഉത്തരം കറണ്ട് ഫയലിലാണ്. അടുത്ത ചോദ്യം: OBC ലഭിക്കുന്ന അടച്ച കവറുകളെ എന്തായാണ് കണക്കാക്കുന്നത്?
അതായത് അടച്ച കവറുകൾ എന്ന് പറയുന്നത് ഓഫീസിൽ ലഭിക്കുന്ന എല്ലാ കവറുകളും പൊട്ടിച്ചും ആണ് ഓഫീസിലേക്ക് കവറുകൾ വരുന്നത്. ആ കവറുകളെ എല്ലാത്തിനും കൂടി വിളിക്കുന്ന പേരാണ് എന്താണ്? തപാൽ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തപാൽ എന്ന് പറയും. അടുത്ത ചോദ്യം, രജിസ്റ്റർ ചെയ്ത തപാലുകളുടെ പോസ്റ്റൽ രസീതുകളിൽ ഒപ്പിടുന്നത് ആരാണ്? രജിസ്റ്റർ ചെയ്ത് വരുന്ന പോസ്റ്റൽ രസീത് ഉണ്ടാവും. അതായത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വരുന്ന തപാലുകൾ ഉണ്ടാവും. അതില് ഈ പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ റെസീറ്റിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ആരാ ഒപ്പിടേണ്ടെന്നാ? അതിൽ ബന്ധപ്പെട്ട തപാൽ ക്ലർക്കാണ് ഒപ്പിടേണ്ടത്. ആൻസർ തപാൽ ക്ലർക്ക് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, രാവിലെ 10 മണിക്ക് മുമ്പ് മെസ്സഞ്ചർ വഴി എത്തുന്ന തപാലുകൾ എവിടെയാണ് വെക്കുന്നത്? സെക്ഷനിലെ, അതായത് നമുക്കറിയാം തപാൽ ക്ലർക്ക് സെക്ഷനിൽ വരുന്നത് 10 മണിക്കാണ്. അതിനു മുമ്പ് മെസ്സഞ്ചർ വഴി എത്തുന്ന തപാലുകൾ ഉണ്ടാവും. ആ തപാലുകൾ എവിടെയാ ഇടേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത് എന്നാണ് ചോദ്യം. സാധാരണഗതിയിൽ അതിനൊരു ഓഫീസുകളിൽ എന്തുണ്ടാവും? ഒരു ബോക്സ് ഉണ്ടാവും ഈ പർപ്പസിന്. എ ബോക്സ് കെപ്റ്റ് ഫോർ ദ പർപ്പസ്. അത്തരത്തിലുള്ള ഒരു ബോക്സിൽ, അതായത് തപാൽ ബോക്സ് എന്ന് അതിന്റെ പേര്. അത് പോസ്റ്റ് ഓഫീസിന്റെ തപാൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തപാൽ ബോക്സ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓഫീസുകളിലെ തപാൽ ബോക്സാണ്. അതിലാണ് ഇടേണ്ടത്. അടുത്ത ചോദ്യം, മെസ്സഞ്ചറുടെ ഡെലിവറി ബുക്കിൽ ഒപ്പിട്ട് നൽകുന്നത് ആരാണ്? അതായത് മെസ്സഞ്ചർ മുഖാന്തരം ഒരു കവറ് അല്ലെങ്കിൽ ഒരു 5 കവറ് വേറൊരു ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ OMR എടുത്തവല്ലോ ആയിരിക്കും കൊടുത്തു വിടുന്നത്, അല്ലെ ഒരു മെസ്സഞ്ചർ എടുത്തായിരിക്കും കൊടുത്തു വിടുന്നത്. ആ കൊടുത്തു വിടുമ്പോൾ അവര് ആ ഓഫീസിൽ നിന്ന് ഒരു ലോക്കൽ ഡെലിവറി ബുക്കിൽ ഒരു ബുക്ക് ഉണ്ട്. അതിന് ലോക്കൽ ഡെലിവറി എന്നാ പറയാം. ലോക്കൽ ഡെലിവറി എന്ന് പറഞ്ഞാല് പ്രാദേശികമായിട്ട് വിതരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, കവറുകളും ഫയലുകളും ഒക്കെ വിതരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു ബുക്കാണ് ലോക്കൽ ഡെലിവറി ബുക്ക്. ആ ലോക്കൽ ഡെലിവറി ബുക്കിൽ ചേർത്തിട്ടാണ് അവര് കൊടുത്തു വിടുക. മെസ്സഞ്ചർ എടുത്ത് ആ കവറുകൾ കൊടുത്തു വിടുക. അങ്ങനെ കവർ ഇവിടെ കൊണ്ടുവന്ന് ഈ മെസ്സഞ്ചർ തപാൽ ക്ലർക്കിന്റെ അടുത്ത് കൊടുത്താൽ ആ ലോക്കൽ ഡെലിവറി ബുക്കിൽ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കവറുകൾ ഇവിടെ കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഒപ്പിടുന്നത്. അതിൽ ഒപ്പിടേണ്ടത് ആരാണെന്നാണ്. ആ ലോക്കൽ ഡെലിവറി ബുക്കില് മെസ്സഞ്ചറുടെ കൈവശം വരുന്ന ഡെലിവറി ബുക്കിൽ ഒപ്പിട്ട് കൊടുക്കണമല്ലോ. അത് ഇവിടെ കിട്ടി എന്നതിന്റെ ഉറപ്പ് വരുത്തണം. ഈ കവറുകൾ കിട്ടി എന്ന് ഓഫീസർക്ക്, അവിടുത്തെ കൊടുത്തുവിട്ട ഓഫീസർക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ അതിലാരാ ഒപ്പിടേണ്ടത്? ഒപ്പിടേണ്ടത് ഇദ്ദേഹം തന്നെയാണ്, അതായത് തപാൽ ക്ലർക്ക്. ഇനി ഒരു തപാല് എക്സൻ ഡിസ് ആയി തീർപ്പാക്കാൻ നിർദ്ദേശം നൽകുന്നത് ആരാണ്? എക്സൻ ഡിസ്, എക്സൻ ഡിസ്പോസൽ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ കേൾക്കുക, ഓരോ ഫയലുകളും അത് അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് LDIS, KDIS, DDIS, RDIS എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു ഓർഡർ, ഒരു പ്രൊസീഡിങ്സിൽ ഒരു നടപടിക്രമം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓർഡർ നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ ഓർഡർ നമ്പർ LDIS 2675/2025 ഡേറ്റഡ് 19/5/25 എന്നൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായ ഒരു വാക്കാണ് ഞാനിപ്പോ പറഞ്ഞ LDIS. അപ്പൊ ഈ LDIS എന്ന് പറഞ്ഞ ആ പ്രിഫിക്സ് ആണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ പേര്, അതിന്റെ പൂർണ്ണമായ പേര് ലോക്കൽ ഡിസ്പോസൽ എന്നാണ്, LDIS. അങ്ങനെ ലോക്കൽ ഡിസ്പോസൽ എന്ന് പറയണമെങ്കിൽ ആ ഫയല് 1 വർഷം സൂക്ഷിച്ചതിന് ശേഷം നശിപ്പിക്കാവുന്നത് എന്നാണ് അർത്ഥം. ഇനി KDIS ആണെങ്കിൽ കെപ്റ്റ് ഡിസ്പോസൽ എന്നാണ്. ഈ KDIS ഫയലുകൾ 3 വർഷം വരെ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നശിപ്പിക്കാൻ പാടുള്ളൂ. DDIS ആണെങ്കിൽ ഡിസ്ട്രോയ് ഡിസ്പോസൽ എന്നൊക്കെ പറയും. അത് 10 വർഷം സൂക്ഷിക്കേണ്ട ഫയലുകളാണ് DDIS ഫയലുകൾ. വേറൊന്ന് RDIS ആണ്. RDIS ആണെങ്കിൽ അത് നശിപ്പിക്കാൻ പാടില്ലാത്ത ഫയലുകൾക്കാണ് അത് റീറ്റെയിൻഡ് ഡിസ്പോസൽ എന്നാണ് പറയുന്നത്. റീറ്റെയിൻഡ് ഡിസ്പോസൽ, നശിപ്പിക്കാൻ പാടില്ലാത്ത, സൂക്ഷിക്കണം എന്ന അർത്ഥം വരുന്ന ഫയലാണ് അത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എക്സൻ ഡിസ്പോസൽ ആണ്. എന്ന് പറഞ്ഞാല് എക്സ് കഴിഞ്ഞ N എന്ന് പറയുന്നത് നിൽ ഡിസ്പോസൽ എന്ന അർത്ഥം. എക്സൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ XN ഡിസ്പോസൽ, നിൽ ഡിസ്പോസൽ. അപ്പൊ ഒരു ഫയലിലെ നടപടികൾ പൂർത്തിയായ ശേഷം ആ ഫയൽ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതില്ല എന്നർത്ഥം. അത് തീരുമാനിക്കുമ്പോഴാണ് അതിനെ എക്സൻ ഡിസ് ആയിട്ട് തരംതിരിക്കുന്നത്. ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ നശിപ്പിക്കാം. സാധാരണഗതിയിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്കും പെട്ടെന്ന് തീർപ്പാക്കാവുന്ന അപേക്ഷകൾക്കുമാണ് ഈ ഡിസ്പോസല്
സാധാരണഗതിയിൽ സെക്ഷനുകളും തപാൽ സെക്ഷനും ഒക്കെ നൽകുന്നത് ഈ തരത്തിലുള്ള ഡിസ്പോസൽ. ഫയലുകളുടെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഫയലുകളെ പല ഡിസ്പോസലായിട്ട് തരംതിരിച്ചിട്ട് LAKDR, അത് ഞാൻ നാലും ഇപ്പൊ പറഞ്ഞതാണ്. ഓക്കെ. ഈ എൻ ഡിസ്പോസൽ എന്ന് പറയുന്നത് നിൽ ഡിസ്പോസൽ ആണ്. എന്ന് പറഞ്ഞാൽ അത് നടപടിക്രമം കഴിഞ്ഞാൽ അത് നശിപ്പിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. ഇവിടുത്തെ ചോദ്യം എക്സൻഡിസ് ആയി തീർപ്പാക്കാൻ നിർദ്ദേശം നൽകുന്നത് ആരാണ്? അത് ഓഫീസർ സീയിങ് ദ തപാല് കാണുന്ന ഓഫീസർ. അയാൾക്ക് ആ ഫയലിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞ പ്രാധാന്യം ഉള്ളൂ എങ്കിൽ നമ്മൾ അത് ഡിസ്പോസൽ ആയിട്ട് നമ്പർ ഇട്ടാൽ മതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നമ്പർ ഇടേണ്ട ആവശ്യമില്ലാത്ത പേപ്പറുകൾ ഏതാണ്? ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഓഫീസിലേക്ക് വരുന്ന എല്ലാ പേപ്പറുകളിലും തപാൽ ക്ലർക്ക് നമ്പർ ഇടും. അങ്ങനെ നമ്പർ ഇടേണ്ടാത്ത ആവശ്യമില്ലാത്ത പേപ്പറുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടേഴ്സ്, ആൻസർ പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പോ അതാണ് അതിന്റെ ആൻസർ. നിസ്സാരമായ ഉള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ, അതായത് നമ്പർ ഇടേണ്ടാത്ത നിസ്സാര കാര്യങ്ങളിലാണ് നമ്പർ ഇടേണ്ടാത്ത കാര്യങ്ങൾ, അത് എൻഡിസ് ഫയലുകളായിട്ടാണ് മാറുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ ഫോം ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ആണ് തപാൽ ക്ലർക്ക് ഈ ഫയലുകൾ വന്നിരിക്കുന്ന തപാലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർത്തിട്ടാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ ഫോം നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. ആ ഫോം നമ്പർ 1 ആണ്. 1 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 1 ആണ്. അടുത്ത ചോദ്യം, ചെറിയ ഓഫീസുകളിൽ എത്ര ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററുകൾ ഉണ്ടാവും? ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ഓഫീസുകളിൽ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി സെക്യൂരിറ്റി രജിസ്റ്ററിന്റെ ഫോം എത്രയാണ്? സെക്യൂരിറ്റി രജിസ്റ്റർ നമുക്കറിയാം, വില പിടിച്ച ചെക്ക്, അതുപോലെയുള്ള പണം, അതുപോലെയുള്ള കാര്യങ്ങൾ തപാലിൽ വന്നു കഴിഞ്ഞാൽ അത് തപാൽ ക്ലർക്ക് ചേർക്കുന്നത് സെക്യൂരിറ്റി രജിസ്റ്ററിലാണ്. ആ സെക്യൂരിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന അതിന്റെ വാല്യുബിൾസ്, രജിസ്റ്റർ ഓഫ് വാല്യുബിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഫോം നമ്പർ 2 ആണ്. റോമൻ നമ്പർ ആണ് 2, ഫോം 2. പേഴ്സണൽ രജിസ്റ്ററിന്റെ കാലാവധി എത്രയാണ്? ഒരു പേഴ്സണൽ രജിസ്റ്ററിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു കലണ്ടർ ഇയർ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് കീപ്പർ ഒപ്പിടേണ്ട കോളം ഏതാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും പേഴ്സണൽ രജിസ്റ്ററിലെയും കോളങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ആ കോളങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, 4, 5, 6 ചോദ്യങ്ങൾ ഈ 2 നിന്ന് മാത്രം ചോദിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ കോളങ്ങൾ പഠിക്കണം, പിന്നെ അതേപോലെ പേഴ്സണൽ രജിസ്റ്ററിന്റെ കോളങ്ങളും പഠിക്കണം. അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് കീപ്പർ ഒപ്പിടേണ്ട കോളം ഏതാണ്? റെക്കോർഡ് കീപ്പർ ഈ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന അതിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, അയാളാണ് റെക്കോർഡ് കീപ്പർ. അയാളെടുത്ത് എത്തുന്ന പേപ്പറുകൾ റിസീവ് ചെയ്യുമ്പോൾ അയാൾ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ഒപ്പിടും. അത് ഏത് കോളത്തിലാണ് ഒപ്പിടുന്നതാണ് ചോദ്യം. അത് കോളം നമ്പർ 5-ലാണ്. അടുത്ത ചോദ്യം, ഒരു ഓഫീസിൽ നിന്നും അയക്കുന്നതും പുതിയൊരു ഫയലായി മാറുന്നതുമായ റഫറൻസിനെ എന്ത് വിളിക്കുന്നു? അതായത് ഒരു ഓഫീസ് തന്നെ ഉത്ഭവിക്കുന്ന, അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ഒരു ഓഫീസിലെ ഒരു ക്ലർക്കിന് അവിടെ തന്നെ ഒരു അപേക്ഷ എഴുതിയിടാം. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യത്തിൽ ഒരു അപേക്ഷ എഴുതിയിടാം. അപ്പൊ ആ ഓഫീസിൽ തന്നെയാണ് അതിന്റെ എന്താ പറയുന്നത്, റഫറൻസ് ഫയലായിട്ട് അയക്കുന്ന, ഓഫീസിൽ തന്നെ അത് അയക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റഫറൻസിനാണ് നമ്മൾ റൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തപാൽ സെക്ഷനിൽ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി രജിസ്റ്ററിന്റെ ഫോം ഏതാണ്? വീണ്ടും ചോദ്യം വന്നിരിക്കുന്നു. ഫോം നമ്പർ ഫോം 2 ആണ്. 2 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ ആണ് 2. അടുത്തത്, പരാതികളിലും മറ്റും പതിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾ ആദ്യം റദ്ദാക്കേണ്ടത് ആരാണ്? ഡീഫേസ് എന്നാ പറയാ. റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ വികൃതമാക്കുക. അപ്പോൾ ഒരു അപേക്ഷയിൽ, പരാതിയിലും അപേക്ഷയിലും ഒക്കെ ചില സന്ദർഭത്തിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ആ സ്റ്റാമ്പ് ക്രോസ് ചെയ്തിട്ട് അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതാക്കണം. അതിനാണ് ഡീഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനാണ് വികൃതമാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റദ്ദാക്കുക എന്ന് പറയുന്നത്. അത് ആരാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഒരു അപേക്ഷയിൽ അല്ലെങ്കിൽ പരാതിയിൽ ഒട്ടിച്ച സ്റ്റാമ്പ് വീണ്ടും അത് പറിച്ചെടുത്ത് വേറൊരു അപേക്ഷയിൽ ഒട്ടിക്കാൻ ഒരു സാഹചര്യം ഒഴിവാക്കലാണ് ഈ ഡീഫേസ് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടത്, ഡീഫേസ് ചെയ്യേണ്ടത്, റദ്ദാക്കേണ്ടത്, ക്യാൻസൽ ചെയ്യേണ്ടത് ആരാണ്? തപാൽ ക്ലർക്കാണ്. അടുത്തത്, പേഴ്സണൽ രജിസ്റ്ററിന്റെ ഫോം ഏതാണ്?
പേഴ്സണൽ രജിസ്റ്ററിന്റെ ഫോം 3 ആണ്. ഫോം നമ്പർ 3 ആണ് പേഴ്സണൽ രജിസ്റ്ററിന്റെ. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ ഫോം 2 ആണ്. ഇവിടെ 3 ആണ്. 3യും റോമൻ നമ്പറാണ്. 3 എന്ന് പറയും. അടുത്ത ചോദ്യം, കഴിഞ്ഞ വർഷത്തെ തീർപ്പാക്കാത്ത ഫയലുകൾ പുതിയ രജിസ്റ്ററിലേക്ക് മാറ്റുമ്പോൾ ഏതെല്ലാം കോളങ്ങളാണ് ബോൾഡ് ആയിട്ട് എഴുതേണ്ടത്? കേട്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ തീർപ്പാക്കാത്ത ഫയൽ ഏത് രജിസ്റ്ററിലേക്ക്? പേഴ്സണൽ രജിസ്റ്ററിലേക്ക് മാറ്റണം. പുതിയ പേഴ്സണൽ രജിസ്റ്ററിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ ഏതൊക്കെ കോളങ്ങളിലാണ് ബോൾഡ് ആയിട്ട് വലുതായിട്ട് എഴുതേണ്ടതെന്നാണ് ചോദ്യം. അത് 2ലും 4ലുമാണ്. പേഴ്സണൽ രജിസ്റ്ററിന്റെ 2ാം കോളത്തിലും 4ാം കോളത്തിലുമാണ് തീർപ്പാക്കാത്ത കാര്യങ്ങൾ ബോൾഡ് ആയിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിന്റെ ഫ്ലൈ ലീഫിൽ ആരുടെയൊക്കെ പേരാണ് എഴുതേണ്ടത്? അപ്പൊ നമ്മൾ ഒരു ക്ലർക്ക് വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷനിലായിരിക്കും. ആ സെക്ഷനിൽ ആ ക്ലർക്കിനോടൊപ്പം തന്നെ ഒരു സൂപ്രണ്ടും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പേഴ്സണൽ രജിസ്റ്ററിന്റെ ഫ്ലൈ ലീഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേജിൽ നിന്ന് എടുത്താൽ മതി. ഫ്രണ്ട് പേജ്. ആ ഫ്രണ്ട് പേജിൽ ആരുടെയൊക്കെ പേര് എഴുതേണ്ടത്? ആ സെക്ഷൻ ക്ലർക്കിന്റെ പേര് എഴുതണം, ഒപ്പം അദ്ദേഹത്തിന്റെ സൂപ്രണ്ടിന്റെ പേരും എഴുതണം. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിന്റെ ഓരോ പേജിലും സാധാരണയായി എത്ര എൻട്രികൾ ഉണ്ടാവണം? ഒരു PR ഒരു സെക്ഷൻ ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന PR അല്ലെങ്കിൽ പേഴ്സണൽ രജിസ്റ്ററിൽ എത്ര എൻട്രികൾ ഒരു പേജിൽ ഉൾപ്പെടുത്താം? 3 എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പേജിൽ 3 എൻട്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, സബ്ജക്ട് ക്ലർക്ക് ഒരു കറണ്ട് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. ഒരു ബന്ധപ്പെട്ട ക്ലർക്ക് ഒരു കറണ്ട് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. ശരിക്കും അതിന്റെ അർത്ഥം, ഉദ്ദേശിക്കുന്ന ഉത്തരം അന്നേ ദിവസം തന്നെ ലഭിച്ചാലുടൻ, ഒരു കറണ്ട് ലഭിച്ചാലുടൻ പേഴ്സണൽ PR ചേർക്കണം, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ ചേർക്കണം. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ്. ഇനി പേഴ്സണൽ രജിസ്റ്ററിൽ ഓരോ എൻട്രിക്ക് ശേഷവും ഏത് നിറത്തിലുള്ള മഷിയാണ് ഉപയോഗിക്കേണ്ടത്? മഷി നമുക്കറിയാം, ചുവപ്പ് മഷിയാണ് ഉപയോഗിക്കേണ്ടത്. ചുവപ്പ് മഷി ഉപയോഗിച്ച് വരയ്ക്കണം. പേഴ്സണൽ രജിസ്റ്ററിൽ ടൈറ്റിൽ ചേർക്കുന്നത് ഏത് കോളത്തിലാണ്? അതാ ഞാൻ പറഞ്ഞത്, ഓരോ കോളവും പഠിച്ചിരിക്കണം. ടൈറ്റിൽ ചേർക്കുന്നത് 4ാമത്തെ കോളത്തിലാണ്. PR-ൽ 10 കോളങ്ങളാണ് ഉള്ളത്. ആ PR-ലെ 10 കോളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൽ ടൈറ്റിൽ ചേർക്കുന്നത് കോളം നമ്പർ 4ലാണ്. അടുത്തത്, ഒരു ഫയൽ ഗസറ്റഡ് ഓഫീസർക്ക് സമർപ്പിച്ച വിവരം രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? PR-ൽ. ഗസറ്റഡ് ഓഫീസർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തുന്നത് കോളം 5ലാണ്. ഇനി ഓഫീസറുടെ തീരുമാനത്തിന് ശേഷം ഫയൽ തിരികെ ലഭിക്കുന്ന തീയതി രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ഇപ്പൊ നമ്മൾ ഓഫീസർക്ക് ഫയൽ സമർപ്പിച്ചു, ആ ഓഫീസർ ആ ഫയലിന്റെ മേലെ ഒരു തീരുമാനം എടുത്തു, അത് തിരിച്ചു വന്നു, സെക്ഷനിലേക്ക് വന്നു. അങ്ങനെ സെക്ഷനിലേക്ക് വന്നാൽ ആ ലഭിക്കുന്ന തീയതി രേഖപ്പെടുത്തുന്നത് എവിടെയാണെന്ന ചോദ്യം. അത് കോളം 6ലാണ്. അടുത്ത ചോദ്യം, അയച്ച റഫറൻസിന്റെ സ്വഭാവം പേഴ്സണൽ രജിസ്റ്ററിൽ ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തുക? അയച്ച റഫറൻസ്. അപ്പൊ നമ്മൾ ഒരു ഫയൽ അയച്ചു, അതിന്റെ റഫറൻസിന്റെ ആ സ്വഭാവം ഏത് കോളത്തിലാണ്? അത് കോളം നമ്പർ 7ലാണ് രേഖപ്പെടുത്തുന്നത്. ഓർമ്മപ്പെടുത്തലുകൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന കോളം ഏതാണ്? ശരിക്കും ഈ ചോദ്യത്തിൽ PR മുഴുവനായിട്ടും ചോദിച്ചിരിക്കുക, പേഴ്സണൽ രജിസ്റ്ററിന്റെ കോളങ്ങൾ മുഴുവനായിട്ടും ചോദിച്ചിരിക്കുക. അത് നമ്മൾ വളരെ സീരിയസ് ആയിരിക്കണം പേഴ്സണൽ രജിസ്റ്റർ. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ കോളങ്ങളും ചോദിക്കാറുണ്ട്. എങ്കിൽ പോലും പേഴ്സണൽ രജിസ്റ്ററിന്റെ കോളത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് നമ്മൾ ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 5ഓ 6ഓ മാർക്ക് 2 രജിസ്റ്ററും കൂടി മിക്കവാറും ചോദ്യം ഉണ്ടാവും. റിമൈൻഡേഴ്സ്, ഓർമ്മപ്പെടുത്തലുകൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന കോളം ഏതാണ്? റിമൈൻഡർ ആണ്. ഓർമ്മപ്പെടുത്തൽ അതാണല്ലോ റിമൈൻഡറിന്റെ മലയാളം എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തലാണ്. അത് കോളം നമ്പർ 7ലാണ്. അടുത്ത ചോദ്യം, ഓർമ്മപ്പെടുത്തലിൽ രേഖപ്പെടുത്താൻ ഏത് നിറത്തിലുള്ള മഷിയാണ് ഉപയോഗിക്കേണ്ടത്? റിമൈൻഡർ രേഖപ്പെടുത്താൻ നമ്മൾ പഠിച്ചു, കോളം നമ്പർ 7ലാണ്. PR-ലെ കോളം നമ്പർ 7ലാണ് ഓർമ്മപ്പെടുത്തലുകൾ അഥവാ റിമൈൻഡേഴ്സ് രേഖപ്പെടുത്തുന്നത്. അതിന് ഏത് മഷിയാണ് ഉപയോഗിക്കേണ്ടത്? ചുവപ്പ് മഷിയാണ്, ചുവന്ന മഷിയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, വിതരണ രജിസ്റ്ററിൽ നമ്പർ പോലും ഇടാത്ത താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകൾ ഏത് രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത്? പേപ്പേഴ്സ് ഓഫ് എഫീമറൽ ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് വിതരണ രജിസ്റ്ററിൽ നമ്പർ ഇടാത്ത ഫയലുകൾ താൽക്കാലിക സ്വഭാവമുള്ള ഫയലുകളാണ്. അത് സീരിയസ് ആയിട്ടുള്ള ഫയലുകളല്ല. ദാറ്റ് ഈസ് പേപ്പേഴ്സ് ഓഫ് എഫീമറൽ ക്യാരക്ടേഴ്സ്. അത് ഏത് രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത്? ആ ഫയലിനെ നമ്മൾ എങ്ങനെ എഴുതുക എന്നാണ്. അത് നമ്മൾ XN ആയിട്ടാണ്. XN ഡിസ്പോസൽ ആയിട്ടാണ്.
അപ്പോൾ എക്സ് നിൽ ഡിസ്പോസൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നടപടിക്രമം കഴിഞ്ഞാൽ വേണമെങ്കിൽ നശിപ്പിക്കാം, അത് സൂക്ഷിക്കേണ്ട. അതുകൊണ്ട് നമ്പർ വിടാറില്ല ഇത്തരത്തിലുള്ളത്. അടുത്ത ചോദ്യം, കറന്റും എൻക്ലോസറും ഏത് മൂലയിലാണ് പഞ്ച് ചെയ്യേണ്ടത്? കറന്റും എൻക്ലോഷറും ഇടതുവശത്തെ മുകളിലത്തെ മൂലയിലാണ് അത് പഞ്ച് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ഫുൾ സ്കാപ്പ് പേപ്പറിന്റെ ഇരുവശത്തും നൽകേണ്ട മാർജിൻ എത്രയാണ്? നമ്മൾ നോട്ട് എഴുതുക, അതൊക്കെ എഴുതുന്ന സമയത്ത് ഫുൾ സ്കാപ്പ് പേപ്പർ എടുത്തിട്ട് ഇരുവശത്തും നൽകേണ്ട മാർജിൻ എത്രയാണ്? 1/3 മാർജിനാണ് കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ്, അതൊന്നും നമ്മൾ കൂടുതൽ പറയണ്ട. ഓരോ ലെറ്ററിലും ടൈറ്റിൽ എവിടെയാണ് എഴുതേണ്ടത്? ഓരോ കത്തിലെയും ടൈറ്റിൽ മുകളിലാണ് എഴുതേണ്ടത്. ടൈറ്റിൽ ഇനി അടുത്ത ചോദ്യം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കറണ്ട് ഫയൽ ആൻഡ് നോട്ട് ഫയൽ. ഒരു ഒരു ഒന്നില് അടങ്ങിയിരിക്കുന്നു, കറണ്ട് ഫയലും നോട്ട് ഫയലും അടങ്ങിയിരിക്കുന്ന സംഭവത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് ചോദ്യം. പേര് കേസാണ്. കേസ്. ഇപ്പൊ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിലവിലുള്ള ഫയല് അതാ കറണ്ട് ഫയല്, അതിനോടൊപ്പമുള്ള കുറിപ്പ് ഫയല് അഥവാ നോട്ട് ഫയൽ ചേർന്നതാണ് നമ്മൾ ഒരു കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒരു കേസ്, കറണ്ട് ഫയലും നോട്ട് ഫയലും ചേർന്നതാണ് കേസ്. ഈ കറണ്ട് ഫയൽ എന്ന് പറയുന്നത് ഔദ്യോഗികമായി ലഭിച്ച കത്തുകളും അവയ്ക്ക് അയച്ച മറുപടികളും അടങ്ങുന്ന ഭാഗമാണ് ശരിക്കും കറണ്ട് ഫയൽ. ഔദ്യോഗികമായി ഇങ്ങോട്ട് ലഭിച്ച കത്തുകളും അവയ്ക്ക് അയച്ച മറുപടികളും അടങ്ങുന്ന ഭാഗത്തിനാണ് നമ്മൾ കറണ്ട് ഫയൽ എന്ന് പറയുന്നത്. എന്നാൽ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥര് നൽകുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുന്ന ഭാഗമാണ് നോട്ട് ഫയൽ. ഒരു ഒരു ഫയല്, ഒരു മാറ്റർ എടുത്തു, ആ മാറ്ററിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന, അങ്ങോട്ട് ക്ലർക്ക് കാര്യങ്ങൾ എഴുതും, അതിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് നൽകും. ആ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുത്തുന്ന ഭാഗമാണ് ശരിക്കും നോട്ട് ഫയൽ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ഫയലും കറണ്ട് ഫയലും ചേർന്നാൽ എന്തായി? കേസായി. നമ്മൾ ഓർമ്മിക്കുക, നോട്ട് ഫയൽ, കറണ്ട് ഫയലും നോട്ട് ഫയലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബൈഹാർട്ട് പഠിക്കരുത്, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കറണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ലഭിച്ച കത്തുകളും അവയ്ക്ക് അയച്ച മറുപടികളും അടങ്ങുന്ന ഭാഗമാണ് കറണ്ട് ഫയൽ എന്ന് പറയുന്നത്. എന്നാൽ നോട്ട് ഫയൽ എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന, സെക്ഷൻ ക്ലർക്ക് നോട്ട് എഴുതി, ആ നോട്ട് എഴുതി സൂപ്രണ്ടിനെ സമർപ്പിച്ചു, സൂപ്രണ്ട് അതിന്റെ മേലെ കാര്യങ്ങൾ എഴുതി നിർദ്ദേശങ്ങൾ നൽകി അല്ലെങ്കിൽ തീരുമാനം നൽകി, അങ്ങനെ നൽകുന്ന ആ ഭാഗമാണ് നോട്ട് ഫയൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇപ്പൊ കേസ് എന്ന് മാത്രം ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയാം, പല രീതിയിലും പറയാം. ഒരു പ്രത്യേക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളുടെ കൂട്ടത്തെ വേണമെങ്കിൽ അതിൽ ആ രേഖകളുടെ കൂട്ടത്തിൽ കറണ്ട് ഫയലും നോട്ട് ഫയലും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് കേസ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന ഔദ്യോഗിക രേഖകളും അതിനോടൊപ്പം പിന്നീട് ചേർക്കപ്പെടുന്ന ഇടക്കാല ഔദ്യോഗിക കത്തിടപാടുകളുടെ ഓഫീസ് കോപ്പികളും അവയ്ക്കുള്ള മറുപടികളും അടങ്ങുന്ന ഫയല്? നമ്മളിപ്പോ പറഞ്ഞതാണ്. ഫൈനൽ ഡിസ്പോസൽ ആയിട്ടില്ല, തീർപ്പ് കൽപ്പിക്കാൻ ഇരിക്കുന്ന ഔദ്യോഗിക രേഖയുണ്ട്, അതിനോടൊപ്പം പിന്നീട് ചേർക്കപ്പെടുന്ന ഇടക്കാല ഔദ്യോഗിക കത്തിടപാടുകളും അടങ്ങിയ ഓഫീസ് കോപ്പികളും അടങ്ങുന്ന ആ ഫയലിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതാണ് കറണ്ട് ഫയൽ. അടുത്ത ചോദ്യം, ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ സങ്കീർണതകളില്ലാതെ ആശയങ്ങളോ വിവരങ്ങളോ കൈമാറുന്നതിനായി ഒരു ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിടപാടുകളുടെ രൂപം നമ്മൾ പറഞ്ഞതാണിപ്പോ. ദ ഫോം ഓഫ് കറസ്പോണ്ടൻസ് യൂസ്ഡ് വെൻ ആൻ ഓഫീസർ ഹാസ് ടു ബി അഡ്രസ്ഡ് വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ വിത്ത് എ വ്യൂ ടു ദ ഇന്റർ ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഒപ്പീനിയൻസ് ഓർ ഇൻഫർമേഷൻ. അതിനാണ് നമ്മളിപ്പോ എന്ത് പറഞ്ഞത്? ഡിയോ ലെറ്റർ എന്ന് പറഞ്ഞത്, അല്ലെ ഡെമി ഒഫീഷ്യൽ എന്ന് പറയും. ഡെമി ഒഫീഷ്യൽ അഥവാ ഡിയോ ലെറ്റർ. ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ സങ്കീർണതകളില്ലാതെ, ആ വാക്ക് മാത്രം മതി. അതായത് ഡെമി ഒഫീഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായ തലത്തിൽ അയക്കുന്ന ഔദ്യോഗിക കത്താണ്. അത് പേഴ്സണലാണ് ശരിക്കും. ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അർദ്ധ ഔദ്യോഗികം എന്ന് പറയാം. അപ്പൊ അതിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാനോ
രഹസ്യാത്മകമായ വിവരങ്ങൾ കൈമാറാനോ വേണ്ടിയിട്ടാണ് ഇത്തരം കത്തുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഔദ്യോഗിക കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു ഡിഒ ലെറ്റർ നമ്മൾ അയച്ചു കഴിയുമ്പോൾ അതിന് ഇത്രയും കൂടി സീരിയസ്നെസ് വരും. അദ്ദേഹം ആ കിട്ടുന്ന ഉദ്യോഗസ്ഥൻ അത് സീരിയസ് ആയിട്ട് എടുക്കും. അതിനു വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ statement of the final decision of the head of the office on any matter submitted for information or orders. ഇപ്പോൾ ഒരു ഓഫീസിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു പിന്നെ ഇൻഫർമേഷനിലെ ഉത്തരവ് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിന്റെ രേഖാമൂലമുള്ള പ്രസ്താവനയ്ക്ക് പറയുന്ന പേരാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. പ്രൊസീഡിങ്സ്, അന്തിമ തീരുമാനത്തിന്റെ രേഖയാണ് പ്രൊസീഡിങ്സ്. നമ്മളൊരു അപേക്ഷ കൊടുത്തു, കാര്യങ്ങളൊക്കെ സമർപ്പിച്ചു, അത് ഓഫീസ് ക്ലർക്ക് പഠിച്ചു, ഓഫീസ് മേധാവി വിശദമായി പഠിച്ചു, അതിനുശേഷം അതിൽ അദ്ദേഹം ഒരു നടപടിക്രമം ഇടും, ഒരു പ്രൊസീഡിങ്സ് ഇടും. അതാണ് അദ്ദേഹം എടുക്കുന്ന, ആ ഓഫീസ് മേധാവി എടുക്കുന്ന അന്തിമ തീരുമാനത്തിന്റെ രേഖാമൂലമുള്ള പ്രസ്താവനയാണ് അത്. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഡ്രാഫ്റ്റിനെ കുറിച്ച് പറയണം. പ്രൊസീഡിങ്സ് അന്തിമ തീരുമാനമാണ്. എന്നാൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു കത്തോ ഉത്തരവോ അയക്കുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കുന്ന അതിന്റെ ഏകദേശ രൂപം മാത്രമാണ് ഡ്രാഫ്റ്റ്. ആ ഡ്രാഫ്റ്റിൽ വീണ്ടും തിരുത്തലുകൾ വരുത്തി ആണ് പ്രൊസീഡിങ്സിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ നോട്ട് ഉണ്ട്, ഡിസ്പോസൽ ഉണ്ട്, പിന്നെ ഡ്രാഫ്റ്റ് ഉണ്ട്, പ്രൊസീഡിങ്സ് ഉണ്ട്. അവസാനമായിട്ട് വരുന്ന അന്തിമ തീരുമാനമാണ് ശരിക്കും പ്രൊസീഡിങ്സ്. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ തീർപ്പാക്കലാണ്. തീർപ്പാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഡിസ്പോസൽ. കെഡിസ്, എൽ ഡിസ്, കെ ഡിസ്, ഡി ഡിസ്, ആർ ഡിസ്, അങ്ങനെ പല തരത്തിലുള്ള 4 രീതിയിലാണ് ഫയലുകൾ തീർപ്പാക്കുന്നത്. ഇനി നോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിനായിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന വിശദീകരണമാണ് അല്ലെങ്കിൽ അഭിപ്രായമാണ്. ആദ്യം സെക്ഷൻ ക്ലർക്ക് നോട്ട് എഴുതും, ഒരു വിഷയം പഠിച്ച് ആ നോട്ടിൽ പിന്നെ അടുത്ത സൂപ്രണ്ടിന് സമർപ്പിക്കും. സൂപ്രണ്ട് അതിലൊരു നോട്ട് എഴുതും, അതിന്റെ മേലെ കാര്യത്തിൽ. അത് കഴിഞ്ഞാൽ ആ ഓഫീസ് മേധാവിയിലേക്ക് പോകും. അദ്ദേഹം അതിന്റെ മേലത്തെ ഓക്കെ പറഞ്ഞാലാണ് തിരിച്ച് വീണ്ടും സെക്ഷനിലെത്തി അത് ഡ്രാഫ്റ്റിംഗിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു അടുത്ത ക്വസ്റ്റ്യൻ, പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഏതൊരു തയ്യാറെടുപ്പ് പ്രക്രിയ, കമ്മ്യൂണിക്കേഷന്റെ തയ്യാറെടുപ്പാണ് എന്ത് ശരിക്കും ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ്. ഡ്രാഫ്റ്റിംഗിന്റെ മലയാളം എന്താണ്? നക്കൽ തയ്യാറാക്കൽ എന്നൊക്കെ പറയും. ഒരു പ്രിപ്പറേഷനാണ്, അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തയ്യാറാക്കുന്ന ഒരു ഇതിനാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. അപ്പോൾ നിങ്ങളിത് കേട്ടാൽ മതി, വെറുതെ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ ഒരു കഥ പോലെ നിങ്ങൾക്ക് വളരെ ഇത് പല ഉത്തരവും ഞാൻ ചോദ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് വെറുതെ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സാധനമൊന്നല്ല. ഒരു ഓഫീസിൽ ഇരിക്കുന്ന സെക്ഷൻ ക്ലർക്കായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം ഇതൊക്കെ കേട്ട്, അത് നിങ്ങളാണ് സെക്ഷൻ, ആ സെക്ഷൻ കേട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. യാതൊരു കാരണവശാലും ബൈഹാർട്ടിലേക്ക് പോകരുത്. ഓഫീസിലെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതും ആ രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നതും ഇതിൻ്റെ വിശദീകരണം നൽകുന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇത് ഞാൻ പ്ലേലിസ്റ്റിലാണ് കിടക്കുന്നത്. 19ാമത്തെ എപ്പിസോഡായിട്ട് MOPയുടെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ 19ാമത്തെ എപ്പിസോഡായിട്ട് പ്ലേലിസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 19 എപ്പിസോഡും കാണാൻ പറ്റും. അതിൽ കൊടുക്കുകയാണ്. ഇനിയും ഒരു 8-10 എപ്പിസോഡും കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് MOP നല്ല കുട്ടപ്പനായിട്ടുണ്ടാവും, പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ 90 മാർക്കിന് മേലെയൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അത് നമുക്കൊരു മോട്ടിവേഷനാണ്. ഇപ്പോൾ ഞാൻ ഈ 19ാമത്തെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഒഫീഷ്യലും ഓഫീസ്, സർക്കാർ സർവീസ്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ക്ലാസ്സുകൾ, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ, എക്സാമിനേഷൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം പേരും ആ, ജീവനക്കാരും കുട്ടികളുമാണ് എൻ്റെ സബ്സ്ക്രൈബ്. ഇപ്പോൾ ഒരു 50,000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.